സബ്ജക്റ്റിലേക്ക് കടന്നപ്പോൾ തൊട്ടടുത്ത ദിവസം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോയില്ല. ഈ സബ്ജക്റ്റിലേക്കുള്ള ഒരു യാത്ര ഈ സിനിമയുടെ തുടക്കം ഞാൻ കോട്ടയത്തോട്ട് പോകുന്ന സമയത്ത് മടിഞ്ഞത് ജസ്റ്റ് കണ്ടു. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മടിഞ്ഞത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. മടിഞ്ഞാണ് പറയുന്നത്, എടാ നമുക്കിത് ജിത്തുവിനെ കൊണ്ട് ചെയ്യിക്കാം, പ്രൊഡ്യൂസ് ചെയ്യാം, മടിഞ്ഞനെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ജിത്തു സാറുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതിലെ ബാക്കിയുള്ള സിനിമകളെല്ലാം നിങ്ങൾക്ക് അറിയാം, എല്ലാവരുടെ പുഞ്ചിറകൾ നാളെ ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ജിത്തു സാറിന് കൃത്യമായി ആവശ്യം ഒരു കൊമേഴ്സ്യൽ എല്ലാത്തരം ആൾക്കാർക്കും കാണുന്ന ഒരു സിനിമയാണോ, എല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണോ എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തത്. കാരണം അത്തരം കാര്യങ്ങൾ വരുമ്പോഴേ സിനിമ പലപ്പോഴും എല്ലാ സമൂഹത്തിലും കണക്റ്റ് ആവത്തുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുവന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് കൂട്ടുകാരി അപ്പോൾ ഒരു സിനിമ ഉണ്ടല്ലോ, അപ്പോൾ അവർ റിവ്യൂ പറയുന്നതിന് മുമ്പ് എന്നോട് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പം മക്കളുള്ള എല്ലാ അമ്മമാരും അവരെ കൂട്ടി സിനിമ കാണണമെന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരിക്കലും അങ്ങനെ കരുതിയില്ല. അവരത് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. വലിയൊരു യാത്ര തന്നെയായിരുന്നു. എത്താൻ വേണ്ടി ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. മണിപ്പാല്, ബാംഗ്ലൂർ, മൈസൂർ. കാരണം ഈ കേരളത്തിന് വെളിയിൽ പോകാത്ത ആളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനൊരു കഥ പറയണമെങ്കിൽ എനിക്ക് ആ സ്ഥലങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് രഞ്ജിത് നായർ, ആദ്യത്തെ പോക്ക് ഇതിലൊരു പ്രൊഡ്യൂസറായ രഞ്ജിത് നായർ ഞാൻ ഇവിടെ ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ കുറേ അത്തരം കാര്യങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കഥയിലോട്ട് വന്നത്. പിന്നെ ജിത്തു സാർ ഞാനും കൂടെ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. മണിപ്പാലൊക്കെ അങ്ങനെയുള്ള കുറേ കുട്ടികളെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇതിലോട്ട് എത്തുന്നത്. സാർ ഒരു എക്സ് പോലീസുകാരനാണ് ഇപ്പോൾ താങ്കൾ ഒരു എക്സ് പോലീസുകാരനാണ്. ഇപ്പോൾ നോർമലി ഒരു പോലീസ് നായാട്ടായാലും ഇപ്പം നായാട്ടിലായാലും ഇതിലായാലും ഒക്കെ നമ്മൾ കാണുമ്പോൾ പോലീസുകാരുടെ വേറൊരു വേഷം കാണുന്നുണ്ട്. അപ്പം ശരിക്കും അതാണോ ഇങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ, ഇങ്ങനത്തെ സ്റ്റോറികൾ ചെയ്യാൻ പോലീസുകാരുടെ മറുവശം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ഷെയ്ഡ്സും കാണിക്കുന്നുണ്ടല്ലോ? ഇല്ല, അങ്ങനൊന്നും ചിന്തകളൊന്നുമില്ല. ഇപ്പം നായാട്ടെന്ന് പറയുന്ന സിനിമയിലാണ് കൃത്യമായി ഒരു പോലീസിൻ്റെ വശം പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ബാക്കി ജോസഫാണല്ലോ ഇലവിളപ്പുഞ്ചിരാണെങ്കിലും ഈ സിനിമയാണെങ്കിലും അങ്ങനെ ഒരു പോലീസ് വശമൊന്നും അല്ല. പക്ഷേ ഇതൊരു എപ്പോഴും എൻ്റെ സിനിമകൾ ഞാൻ തന്നെ തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് ഒരു ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. അവിടെ ഇവിടെ ഹരിശങ്കറുണ്ട്. ഹരിശങ്കർ ബാക്കി എല്ലാ കഥാപാത്രത്തെക്കാളും എനിക്ക് കുറേ കൂടെ പ്രിയപ്പെട്ടതാണ്. കാരണം ചാക്കോച്ചൻ ഫസ്റ്റ് ഡേ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഞാൻ ആ സെറ്റിൽ പിന്നെ പോയിട്ടില്ല. ഓക്കെ എന്നൊരു ഫീൽ അന്ന് കിട്ടി. പിന്നെ ആ സെറ്റിലോട്ട് പോയിട്ടില്ല. ഞാൻ അതിനൊക്കെ സിനിമ ചെയ്യാൻ പോയതാണ്. പക്ഷെ അത് അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടും. ഇനിഷ്യൽ ഒരു 3 ദിവസത്തേക്ക് കിട്ടും. അത് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഇപ്പം കണ്ടിറങ്ങിയ ഓരോ